ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഈ പിക്ചറിൽ ഇവിടെ ഒരു കുട്ടി അതിൻ്റെ സെൻട്രൽ കൂടി പോകുന്ന ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. കൈയും കാലും ഒക്കെ കൈകൾ സ്ട്രെച്ച് ചെയ്താണ് പിടിച്ചിരിക്കുക. പക്ഷെ അടുത്ത ഫിഗറിൽ ഈ കൈകൾ അടുപ്പിച്ച് പിടിക്കുന്നു, ക്ലോസ് ചെയ്ത് ബോഡിയോട് ക്ലോസ് ആയിട്ട് പിടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഫിഗറിലും അത് തന്നെയാണ്. കൈകൾ സ്ട്രെച്ച് ചെയ്ത് നിർത്തുമ്പോൾ സ്പീഡ് കുറവാണ്, പക്ഷെ കൈകൾ അടുപ്പിച്ച് പിടിക്കുമ്പോൾ സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ് സാധിക്കുക? ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? കൈകളും കാലുകളും ഒക്കെ ചേർത്ത് പിടിക്കുമ്പോൾ സ്പീഡ് കൂടാൻ കാരണം എന്താണ്? ഇതുപോലുള്ള പല ഡെയിലി ലൈഫിൽ നമ്മൾ പല സിറ്റുവേഷൻസും ഒബ്സർവ് ചെയ്യാറുണ്ട്. സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നവർ സമ്മർസോൾട്സ് എടുക്കുന്നതൊക്കെ കാണാം അല്ലേ? അപ്പോൾ അവർ എയറിലായിരിക്കുമ്പോൾ അവരുടെ കൈയും കാലും ഒക്കെ ചേർത്ത് ബോഡി മൊത്തത്തിൽ ചുരുട്ടി ഇങ്ങനെ സമ്മർസോൾട്സ് എടുക്കും. ആ സമയത്ത് അവരുടെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വാട്ടറിലേക്ക് വീഴുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൈയും കാലുമൊക്കെ സ്ട്രെച്ച് ചെയ്താണ് അവർ വീഴുന്നത്. അതങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ സ്പീഡ് കുറച്ച് സേഫായിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പൂച്ചകളൊക്കെ ഉയരങ്ങളിൽ നിന്ന് ചാടുമ്പോൾ അവരുടെ ബോഡിയൊക്കെ കേൾ ചെയ്ത് ഉരുണ്ട് ഒരു ബോൾ പോലെ ഇരിക്കും ഹൈറ്റിലായിരിക്കുന്ന സമയത്ത്. പക്ഷെ ലാൻഡ് ചെയ്യുമ്പോൾ അവരുടെ കാലും കൈയൊക്കെ അവർ സ്ട്രെച്ച് ചെയ്ത് നീട്ടി അവരുടെ സ്പീഡ് കുറച്ച് സേഫായിട്ട് ചാടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ അപ്ലൈ ചെയ്യുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്നുള്ള കൺസെപ്റ്റാണ്. റിജിഡ് ബോഡീസിൻ്റെ കേസിൽ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്നും അതുപോലെ ഈ സ്പീഡ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് റിജിഡ് ബോഡീസിൻ്റെ കേസിൽ ടോർക്കും ആംഗുലർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഒരു റിജിഡ് ബോഡി അതിൻ്റെ ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ L=I⍵ എന്നാണ്. ഈ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാമെന്ന് വിചാരിക്കുക. വിൽ ഗെറ്റ് dL/dt d/dt ഓഫ് എല്ലിന് പകരം I⍵. ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ആക്സിസിനെ ആസ്പദമാക്കി കറങ്ങുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ടൈം മാറുമ്പോൾ മാറുന്നതല്ല. അപ്പോൾ I കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് നമുക്ക് പുറത്തെടുത്താൽ വിൽ ഗെറ്റ് dL/dt I × dω/dt. എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി, ദാറ്റ് ഈസ് ആംഗുലർ ആക്സിലറേഷൻ. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് I⍵. അപ്പോൾ dL/dt I⍵ എന്ന് നമുക്ക് കിട്ടും. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ കണ്ടു I⍵ എന്നുള്ളത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ആംഗുലർ ആക്സിലറേഷൻ, അത് ടോർക്കിന് ഈക്വലാണ്. സോ ഇവിടെ നമുക്ക് dL/dt ടോർക്ക് എന്നാണ് കിട്ടുക. ഇതാണ് ടോർക്കും ആംഗുലർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിജിഡ് ബോഡീസിൻ്റെ കേസിൽ. ടോ = dL/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം = the torque acting on the body. is the relationship between torque and angular momentum of a rigid body. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്നുള്ളതും റിജിഡ് ബോഡീസിൻ്റെ കേസിൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് കിട്ടിയ ടോ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് അതിനുണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ചിന് ഈക്വലാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റമാണ് ടോർക്ക് എന്ന് കണ്ടു. ഇപ്പോൾ ഈ ഒബ്ജക്റ്റിൽ എക്സ്റ്റേണലായിട്ട് ടോർക്കൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ dL/dt 0 ആകും അല്ലേ? dL/dt 0 മീൻസ് L is a constant. ഇപ്പം dL/dt 0 എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റത്തിനുണ്ടാകുന്ന ചേഞ്ച് 0 എന്നാണ്. ചേഞ്ചിന് ആംഗുലർ മൊമെൻറ്റം 0 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ആംഗുലർ മൊമെൻറ്റം is a constant. അപ്പം ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുക. അത് നമുക്ക് എങ്ങനെ പറയാം? ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ഓൺ എ റിജിഡ് ബോഡി ഓർ എ റൊട്ടേറ്റിംഗ് ബോഡി, ഇറ്റ്സ് ആംഗുലർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഇത് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? ആംഗുലർ മൊമെൻറ്റവും മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു. L = I⍵ എന്നാണ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇല്ല എങ്കിൽ
അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഐ ഒമേഗയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആകുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ എക്സ്റ്റേണലായിട്ടൊരു ഒബ്ജക്റ്റിൽ ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഐ ഇൻറ്റു ഒമേഗ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ആംഗുലർ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവിടെ കൈയും കാലും ഒക്കെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഫിഗറിൽ കണ്ടതുപോലെ കൈയും കാലും സ്ട്രെച്ച് ചെയ്ത് നിൽക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ I1 ആണെങ്കിൽ ആ സമയത്ത് ആംഗുലർ വെലോസിറ്റി ω1 ആണെങ്കിൽ I1 ഇൻറ്റു ω1ൻ്റെ വാല്യൂ കൈയും കാലും ഒക്കെ ചേർത്ത് പിടിക്കുമ്പോഴുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I2ഉം അന്നേരത്തെ സ്പീഡ് ω2 ആണെങ്കിൽ I2 ω2ന് ഈക്വൽ ആയിരിക്കും. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കൂടുമ്പോൾ ആംഗുലർ വെലോസിറ്റി കുറയുന്നു. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറയുമ്പോൾ ആംഗുലർ സ്പീഡ് കൂടുന്നു. ഇതാണ് നമ്മൾ ഈ ഫിഗറിലൊക്കെ കണ്ട കാര്യം. ഇവിടെ കൈയും കാലും സ്ട്രെച്ച് ചെയ്ത് നിർത്തുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. കാരണം ആക്സിസിൽ നിന്ന് ഉള്ള പാർട്ടിക്കിൾസിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ ഹൈ ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായിരിക്കുമ്പോൾ സ്പീഡ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ കൈയും കാലും ഒക്കെ അടുപ്പിച്ച് പിടിക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കുറയുന്നു, ഐ വാല്യൂ കുറയുന്നു, അപ്പോൾ ഒമേഗ വാല്യൂ കൂടുന്നു ടു കീപ്പ് ദ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻറ്റ്. ഇതാണ് ഈ സ്പീഡ് കൂടാനുള്ള കാരണം. ഈ ഫിഗറിലും അങ്ങനെ തന്നെയാണ്. കൈയും കാലും സ്ട്രെച്ച് ചെയ്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കൈ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ ഹൈ ആണ്, സ്പീഡ് കുറവാണ്. അടുപ്പിച്ച് പിടിക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറയുന്നു, സ്പീഡ് കൂടുന്നു. അപ്പോൾ സ്പീഡ് കൂട്ടണം എന്ന് തോന്നിയാൽ കൈയും കാലും ഒക്കെ അടുപ്പിച്ച് പിടിക്കുക, സ്പീഡ് കുറയ്ക്കണം എന്ന് തോന്നിയാൽ അകത്തി പിടിക്കുക. സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കേറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ സ്പീഡ് കൂട്ടണം എന്ന് തോന്നുമ്പോൾ നമ്മൾ അടുപ്പിച്ച് പിടിക്കും, കൈയൊക്കെ അകത്ത് പിടിക്കുമ്പോൾ സ്പീഡ് കുറയുന്നു. അതുപോലെ പൂച്ചയൊക്കെ അറിയാണ്ട് തന്നെ ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യുക. ഉയരത്തിലായിരിക്കുമ്പോൾ അവർ ബോഡി പാർട്സ് എല്ലാം ചേർത്ത് പിടിക്കുന്നു, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറയും, സ്പീഡ് കൂടും. പക്ഷെ ആ സ്പീഡിൽ വന്ന് ലാൻഡ് ചെയ്താൽ അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൈയും കാലും ഒക്കെ സ്ട്രെച്ച് ചെയ്യുന്നു, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂട്ടുന്നു, സ്പീഡ് കുറയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കോൺസിക്വൻസസും. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം? ഈ ഫിഗറിൽ നമ്മളതങ്ങനെ അപ്ലൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ ഈ സിസ്റ്റത്തിൽ റിജിഡ് ബോഡീസിൽ എക്സ്റ്റേണലായിട്ട് ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് ആംഗുലർ മൊമെൻറ്റം ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. L constant means I omega is a constant or I1 ω1 equal to I2 ω2. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ കൈ സ്ട്രെച്ച് ചെയ്യിക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്, കൈ അടുപ്പിച്ച് പിടിക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറയുന്നു, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറയുമ്പോൾ സ്പീഡ് കൂടുന്നു. ഇതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. അതുപോലൊരു പ്രോബ്ലമാണ് ഇവിടെ. എ ചൈൽഡ് സ്റ്റാൻഡ്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ടേൺ ടേബിൾ വിത്ത് ഹിസ് ആം സ്ട്രെച്ചഡ്, റൊട്ടേറ്റ്സ് വിത്ത് ആൻ ആംഗുലർ സ്പീഡ് 40 റൊട്ടേഷൻ പെർ മിനിറ്റ്. How much is the angular speed if the child fold his hands back to reduce his moment of inertia to 2/5 times the initial value? അപ്പോൾ ആദ്യം കൈയും കാലും ഒക്കെ സ്ട്രെച്ച് ചെയ്ത് ഈ ഒരു സ്പീഡിൽ 40 RPM സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇനി കൈയും കാലും ഒക്കെ ചേർത്ത് പിടിച്ച് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ കുറച്ചു, 2/5 ആയിട്ട് കുറയ്ക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ആംഗുലർ സ്പീഡ് എങ്ങനെ ചേഞ്ച് ചെയ്യും, എത്രയാകും എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഫൈനൽ കൈനറ്റിക് എനർജി ടു ഇനിഷ്യൽ കൈനറ്റിക് എനർജി? അപ്പോൾ ഇവിടെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റമാണ് അപ്ലൈ ചെയ്യുക. നമുക്ക് ഇനിഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്, അതുപോലെ ഫൈനൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ I2 equal to 2/5 ടൈംസ് ഇനിഷ്യൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്നാണ് തന്നിരിക്കുക, 2/5 I1. അപ്പോൾ ഇതിൽ നമുക്ക് I2/I1 equal to 2/5 എന്ന് എഴുതാം. എൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ I1/I2 equal to 5/2 എന്നും കിട്ടും. ഇനി നമ്മൾ ഫൈനൽ ആംഗുലർ സ്പീഡ് കാണണം. അതിനു വേണ്ടി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അപ്ലൈ ചെയ്യാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അനുസരിച്ച് I omega is a constant or I1 ω1 equal to I2 ω2.
ഇതിൽ നിന്ന് ആദ്യം നമുക്ക് ω2 കാണാം. ω2 = I1 ω1 ബൈ I2 ഓർ I1 ബൈ I2 ഇൻറ്റു ω1 അല്ലേ. I1 ബൈ I2ൻ്റെ വാല്യൂ എത്രയാണ്? 5/2 ആണ്. അപ്പോൾ 5/2 ഇൻറ്റു ω1 40. അപ്പോൾ 40 ഇൻറ്റു 5/2 = 100 RPM. ഇതാണ് കൈ ചേർത്ത് പിടിക്കുമ്പോൾ 40 ആയിരുന്ന സ്പീഡ് 100 റൊട്ടേഷൻ പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിലേക്ക് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ എന്തെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, 12I ω² ആണ്. ഫൈനൽ കൈനറ്റിക് എനർജി 12I2 ω2² ബൈ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 12I1 ω1². ഹാഫ് വെട്ടിപ്പോകും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു I2 ബൈ I1 ഇൻറ്റു ω2 ബൈ ω1² I2 ബൈ I1 എത്രയാണ്? I1 ബൈ I2 5/2 അല്ലെ. ഇവിടെ നമുക്ക് എഴുതാം I2 ബൈ I1 = 2/5 ഇൻറ്റു ω2 എത്രയാണ്? 100 ബൈ ω1 40² 100/40 നമുക്ക് 5/2 എന്ന് എഴുതാം. അപ്പോൾ 5/2ൻ്റെ സ്ക്വയർ 5/2 ഇൻറ്റു 5/2. ഇവിടെ ഒരു 2/5 ഉണ്ട്. ഇതും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ കിട്ടുക? 5/2 എന്ന് കിട്ടും. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജിയും ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് 5/2. ഓർ ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് 5/2 ടൈംസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുകയാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ ഈ കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് അല്ലെങ്കിൽ ഇൻക്രീസിന് കാരണം അല്ലെങ്കിൽ അതിന് വേണ്ട എനർജി കിട്ടുന്നത് ഈ കുട്ടിയുടെ തന്നെ ഇൻറ്റേർണൽ എനർജിയിൽ നിന്നാണ്. എക്സ്റ്റേണലായിട്ട് ഇവിടെ എനർജി ഒന്നും അപ്ലൈ ചെയ്യപ്പെടുന്നില്ല. കുട്ടി തന്നെ കുട്ടിയുടെ ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്താണ് അതിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്കൊരു കമ്പാരിസനാണ്. ട്രാൻസ്ലേഷനും മോഷനും റൊട്ടേഷൻ മോഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷനൊക്കെ ചെയ്തു. അതുപോലെ ഫിസിക്കൽ ട്രാൻസ്ലേഷൻ മോഷനിലുള്ള ഓബ്ജക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസൊക്കെ പരിചയപ്പെട്ടു. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. അവയുടെ ഇക്വേഷൻസൊക്കെ നമുക്കറിയാം. ഈ ചാപ്റ്ററിൽ നമ്മൾ റൊട്ടേഷൻ മോഷനിലുള്ള ഓബ്ജക്ട്സിൻ്റെ ഇതിനോട് സിമിലർ, ട്രാൻസ്ലേഷൻ മോഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വാണ്ടിറ്റീസിനോട് സിമിലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ ലീനിയർ മോഷനിലെ ഏറ്റവും ബേസിക്കായ ക്വാണ്ടിറ്റി ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അതിന് പകരം റൊട്ടേഷൻ മോഷനിൽ എന്താണെന്ന് നോക്കിയാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊരു ടേം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതൊരു സർക്കുലർ പാത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കുലർ പാത്തിൽ അത് കറങ്ങുമ്പോൾ ആ റേഡിയസ് വെക്ടർ ഒരു ഗിവൺ ടൈമിൽ കവർ ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുക. ഇപ്പോൾ ഒബ്ജക്റ്റ് ട്രാൻസ്ലേഷൻ മോഷനിലാണെങ്കിൽ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് സിമിലറായിട്ട് ഇവിടെ റൊട്ടേഷൻ മോഷനിൽ റേഡിയസ് വെക്ടർ ഒരു ഗിവൺ ടൈമിൽ കവർ ചെയ്യുന്ന ആംഗിൾ അതിനെയാണ് നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വാണ്ടിറ്റി ലീനിയർ വെലോസിറ്റിയാണ്. ട്രാൻസ്ലേഷൻ മോഷനിൽ വെലോസിറ്റി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ തന്നെ അതിനോട് സിമിലറായിട്ട് റൊട്ടേഷൻ മോഷനിലുള്ള ക്വാണ്ടിറ്റി ഏതാണെന്ന് നോക്കിയേ, ആംഗുലർ വെലോസിറ്റിയാണ്. ആംഗുലർ വെലോസിറ്റി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ω = dθ/dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ അടുത്ത ക്വാണ്ടിറ്റി ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതുപോലെ റൊട്ടേഷൻ മോഷനിൽ അതിന് സിമിലറായ ക്വാണ്ടിറ്റിയാണ് ആംഗുലർ ആക്സിലറേഷൻ. α = dω/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. അതുപോലെ നമ്മൾ പറഞ്ഞു ലീനിയർ മോഷനിൽ ഇനർഷ്യയുടെ മെഷറായിട്ട് യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഒബ്ജക്റ്റിൻ്റെ മാസ്. മാസ് കൂടുതലുള്ള ഒബ്ജക്റ്റിന് ഇനർഷ്യ കൂടുതലാണ്, മാസ് കുറഞ്ഞ ഒബ്ജക്റ്റിന് ഇനർഷ്യ കുറവാണ്. അതുപോലെ തന്നെ റൊട്ടേഷൻ മോഷനിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ റൊട്ടേഷണൽ ഇനർഷ്യ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഈ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നും ഓരോ ഒബ്ജക്റ്റിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യക്കുള്ള ഇക്വേഷൻസും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മാസിന് ഇക്വലൻ്റായ ക്വാണ്ടിറ്റിയാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പഠിച്ചു. ലീനിയർ മോഷനിൽ F = m × a ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് F = m × a.
അതുപോലെ തന്നെ ഫോഴ്സിന് ഇക്വലൻ്റായ റൊട്ടേഷൻ മോഷനിലെ ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇതിനോട് സിമിലർ ആയിട്ട് എഴുതാം. എമ്മിന് പകരം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ എടുക്കുക, ഐക്ക് പകരം ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. സോ വിൽ ഗെറ്റ് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. അതുപോലെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ്. ഇതിന് സിമിലറായിട്ട് റൊട്ടേഷൻ മോഷൻ്റെ വർക്കിനുള്ള ഇക്വേഷൻ എടുക്കാൻ എഫിന് പകരം ടോയും ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും എടുത്താൽ മതി. ഡബ്ല്യു ഈക്വൽ ടു ടോ ഡി തീറ്റ എന്ന് കിട്ടും. അതുപോലെ ലീനിയർ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ ബൈ 2. അതുപോലെ തന്നെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇവിടെ നിങ്ങൾക്ക് കാണാം എമ്മിന് പകരം ഐയും വിക്ക് പകരം ഒമേഗ ഇട്ടാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. അതുപോലെ പവർ കാണാൻ വർക്ക് ബൈ ടൈം ആണ്, പക്ഷെ വർക്കിന് പകരം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്താൽ എഫ് ഡി എസ് ബൈ ഡി ടിക്ക് പകരം വെലോസിറ്റി, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നൊരു ഇക്വേഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ റൊട്ടേഷൻ മോഷനിൽ പവറിൻ്റെ ഇക്വേഷൻ എന്താ, പി ഈക്വൽ ടു എഫിന് പകരം ടോ കൊടുക്കുക, വിക്ക് പകരം ഒമേഗ കൊടുക്കുക. അപ്പോൾ ടോ ഒമേഗ എന്നൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും പവറിന്. അതുപോലെ ലീനിയർ മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് സിമിലറായിട്ട് റൊട്ടേഷൻ മോഷനിലുള്ള ക്വാണ്ടിറ്റിയാണ് ആംഗുലർ മൊമെൻറ്റം. ഇപ്പോൾ റിജിഡ് ബോഡിയുടെ കേസിൽ മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും വിക്ക് പകരം ഒമേഗയും എടുത്താൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എൽ ഈക്വൽ ടു ഐ ഒമേഗ എന്നെഴുതാൻ സാധിക്കും. അപ്പോൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ട്രാൻസ്ലേഷൻ മോഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതിന് ഇക്വലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷനിലുള്ള ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് പഠിച്ചു വയ്ക്കണം. അതുപോലെ അവയുടെ ഇക്വേഷൻസും ഇങ്ങനെ കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ മറന്നു പോയാൽ പോലും ഈ ഇക്വേഷൻസിൽ നിന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലംസൊക്കെ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ അതുപോലൊരു പ്രോബ്ലം അതിന് മുമ്പ് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനും കൂടി ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ച് നമ്മൾ യൂണിഫോം ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഒന്ന് വെലോസിറ്റി ടൈം റിലേഷൻ അല്ലേ, വി ഈക്വൽ ടു വി 0 പ്ലസ് എ ടി. ഇതാണ് ട്രാൻസ്ലേഷൻ മോഷനിൽ വെലോസിറ്റി ടൈം റിലേഷൻ. എ ആക്സിലറേഷനോട് കൂടി ടി സമയത്തിന് ശേഷം ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ v0 വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്ത് എ എന്ന കോൺസ്റ്റൻ്റ് ആക്സിലറേഷനോടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ടി സമയത്തിന് ശേഷമുള്ളതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് വി ഈക്വൽ ടു v0 പ്ലസ് എ ടി. ഇതുപോലെ തന്നെ റൊട്ടേഷൻ മോഷനിലും നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ω0 എന്ന ഒരു ആംഗുലർ സ്പീഡിൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആൽഫ എന്ന കോൺസ്റ്റൻ്റ് ആക്സിലറേഷനോടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ടി സമയം കഴിയുമ്പോൾ അതിൻ്റെ ആംഗുലർ സ്പീഡ് എന്തായിരിക്കും അത് കാണാനുള്ള ഇക്വേഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ നമുക്ക് എഴുതാം. വിക്ക് പകരം ഒമേഗ, v0ക്ക് പകരം ω0, എക്ക് പകരം ആൽഫ, പിന്നെ ടി. അപ്പോൾ ഒമേഗ ഈക്വൽ ടു ω0 പ്ലസ് ആൽഫ ടി. ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആംഗുലർ ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ഇതാണ് ഇക്വേഷൻ. ഇതിന് വെലോസിറ്റി ടൈം റിലേഷനാണ് റൊട്ടേഷൻ മോഷനിൽ. ഇതുപോലെ തന്നെ എസ് ഈക്വൽ ടു v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ അതിനെ എക്സ് മൈനസ് x0 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഈക്വൽ ടു v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിന് സിമിലറായിട്ട് റൊട്ടേഷൻ മോഷനിലെ ഇക്വേഷൻ എന്തായിരിക്കും, എക്സ് മൈനസ് x0ക്ക് പകരം തീറ്റ മൈനസ് തീറ്റ 0, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തീറ്റ മൈനസ് തീറ്റ 0, ഫൈനൽ ആംഗുലർ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ ആംഗുലർ പൊസിഷൻ, അതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡി തീറ്റ എന്ന് വേണമെങ്കിലും എഴുതാം. ഈക്വൽ ടു ഇവിടെ v0 ആയിരുന്നു, അതിന് പകരം ω0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം ആൽഫ ടി സ്ക്വയർ. ഇങ്ങനെ കമ്പയർ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട് പഠിക്കാനായിട്ട്. അതുപോലെ v² ഈക്വൽ ടു v0 സ്ക്വയർ പ്ലസ് 2a എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷനിലെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, വിക്ക് പകരം ഒമേഗ, അപ്പോൾ ω² ഈക്വൽ ടു v0ക്ക് പകരം ω0 സ്ക്വയർ
പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം ആൽഫ ഇൻറ്റു എക്സ്, ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതിന് പകരം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ മൈനസ് തീറ്റ 0. അപ്പോൾ ഈ ഇക്വേഷൻസും പഠിക്കണം. ഇതിങ്ങനെ കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് പഠിച്ചാൽ മതി. ഇതുപയോഗിച്ചുള്ള പ്രോബ്ലംസാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ആൻ ഓട്ടോമൊബൈൽ മൂവ്സ് ഓൺ എ റോഡ് വിത്ത് എ സ്പീഡ് ഓഫ് 54 km/h. അപ്പോൾ ഇവിടെ ഇത് വെഹിക്കിളിൻ്റെ സ്പീഡാണ്. ഒരു അവറിൽ 54 km/h എന്നുള്ള സ്പീഡിലാണ് അത് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ വീലിൻ്റെ റേഡിയസ് 0.35 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ആവറേജ് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഇറ്റ്സ് ബ്രേക്ക് ടു ദ വീൽ ഇഫ് ദ വെഹിക്കിൾ ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 15 seconds. അപ്പോൾ ഈ വീലിലേക്ക് ബ്രേക്ക് കൊടുത്ത് നമ്മളൊരു ടോർക്ക് കൊടുത്തു. അതിനെ 15 സെക്കൻഡ് കഴിയുമ്പോൾ റെസ്റ്റിൽ ആകത്തക്ക വിധത്തിലാണ് ടോർക്ക് കൊടുത്തതെങ്കിൽ അതിൽ ആക്ട് ചെയ്ത ടോർക്ക് എത്ര എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ ടോർക്ക് കാണാനായിട്ട് നമ്മളെങ്ങനെ ചെയ്യും? ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്നാണ്. ഐ എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട്. ആൽഫ ആംഗുലർ ആക്സിലറേഷനാണ്. ഈ ആംഗുലർ ആക്സിലറേഷൻ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ആംഗുലർ ആക്സിലറേഷൻ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി, അല്ലെ ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കണം. ഇനിഷ്യൽ ആംഗുലർ സ്പീഡും ഫൈനൽ ആംഗുലർ സ്പീഡും കണ്ടുപിടിച്ച് അതിൽ നിന്ന് ആംഗുലർ ആക്സിലറേഷൻ കാണണം. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇനിഷ്യൽ ആംഗുലർ സ്പീഡ് കാണാൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് വെഹിക്കിളിൻ്റെ സ്പീഡാണ്, ഈ ഓട്ടോമൊബൈലിൻ്റെ സ്പീഡാണ് എന്ന് പറഞ്ഞാൽ അത് ലീനിയർ സ്പീഡാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 54 km/h ആണ്. അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 54 ഇൻറ്റു കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ബൈ അവർ സെക്കൻഡ് ആക്കാൻ 60 ഇൻറ്റു 60 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15 m/s എന്ന് കിട്ടും. ഇതാണ് ഇനിഷ്യൽ ലീനിയർ സ്പീഡ്. നമുക്ക് വേണ്ടത് ആംഗുലർ സ്പീഡാണ്. അപ്പോൾ ഈ വെഹിക്കിളിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ ലീനിയർ സ്പീഡും റേഡിയസും തന്നാൽ ഇനിഷ്യൽ ആംഗുലർ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും? ആംഗുലർ സ്പീഡും ലീനിയർ സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്താ? V = R⍵. അപ്പോൾ ω = V/R. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ഇനിഷ്യൽ സ്പീഡ് ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാം. V 15 ബൈ റേഡിയസ് 0.35, ഇപ്പോൾ 42.85 radian/second. ഇതാണ് വെഹിക്കിള് മൂവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ വീലിൻ്റെ ആംഗുലർ സ്പീഡ്. ഈ ഒരു സ്പീഡിൽ വെഹിക്കിൾ മൂവ് ചെയ്യുമ്പോൾ എൻ്റെ വീലിൻ്റെ ആംഗുലർ സ്പീഡാണ് 42.85 radian/second. ഇനി ബ്രേക്ക് കൊടുത്തു 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെഹിക്കിൾ റെസ്റ്റിലായി. അപ്പോൾ അതിൻ്റെ ആംഗുലർ സ്പീഡും റെസ്റ്റിലാകുമ്പോൾ 0 ആകും. അപ്പോൾ ഫൈനൽ ആംഗുലർ സ്പീഡ് 0 ആകും. അതിനടുത്ത ടൈം 15 ആണ്. ഇതിൽ നിന്ന് ഇനിഷ്യൽ സ്പീഡും ആംഗുലർ സ്പീഡും ഫൈനൽ ആംഗുലർ സ്പീഡും അറിയാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗുലർ ആക്സിലറേഷൻ കാണാം. ആംഗുലർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി, അതായത് ഫൈനൽ ആംഗുലർ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. ഫൈനൽ സ്പീഡ് 0 മൈനസ് ഇനിഷ്യൽ 42.85 ബൈ ടൈം 15. അപ്പോൾ ആൻസർ -2.86 എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗുലർ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ടോർക്ക് കാണാൻ ടോ = I ആൽഫ വെച്ച് ചെയ്യാം. ഐക്ക് പകരം 3 കൊടുക്കുക. ആൽഫ -2.86. സോ ആൻസർ ഈസ് -8.58 Nm. ഇതാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ വാല്യൂ. അതുപോലെ അടുത്തൊരു ക്വസ്റ്റിനോട് നോക്കിയേ. ആംഗുലർ സ്പീഡ് ഓഫ് എ മോട്ടോർ വീൽ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 1200 റൊട്ടേഷൻ പെർ മിനിറ്റ് to 3120 റൊട്ടേഷൻ പെർ മിനിറ്റ് ഇൻ 16 seconds. ഇപ്പോൾ ആദ്യം ഇതായിരുന്നു സ്പീഡ്, ആംഗുലർ സ്പീഡ്. ഒരു മിനിറ്റിൽ 1200 എന്നുള്ള സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്നു. 16 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റിൽ 3120 എന്നുള്ള സ്പീഡിലേക്ക് സ്പീഡ് കൂടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആംഗുലർ ആക്സിലറേഷൻ? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ ഹൗ മെനി റെവല്യൂഷൻസ് ഡസ് ദ എൻജിൻ മേക്സ് ഡ്യൂറിങ് ദിസ് ടൈം? ഈ 16 സെക്കൻഡ് കൊണ്ട് എത്ര റെവല്യൂഷൻസ്, എത്ര റൊട്ടേഷൻസ് ഇത് പൂർത്തിയാക്കി? ഈ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇതിൽ ആംഗുലർ ആക്സിലറേഷൻ കാണാം. ആംഗുലർ ആക്സിലറേഷൻ കാണണമെങ്കിൽ
ചേഞ്ച് ഇൻ ആംഗുലർ സ്പീഡ് ബൈ ടൈം മതി, അല്ലെങ്കിൽ ഫൈനൽ ആംഗുലർ സ്പീഡ് മൈനസ് ഇനിഷ്യൽ ആംഗുലർ സ്പീഡ് ബൈ 16 ചെയ്താൽ മതിയാവും. പക്ഷെ ഇവിടെ നമുക്ക് സ്പീഡെന്ന് പറഞ്ഞെങ്കിലും റൊട്ടേഷൻ പെർ മിനിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു മിനിറ്റിലുണ്ടാകുന്ന റൊട്ടേഷൻ്റെ എണ്ണമാണ് തന്നിരിക്കുക. അതുകൊണ്ട് നമുക്കതിന് ആംഗുലർ സ്പീഡ് കാണാൻ ഫ്രീക്വൻസിയാണ് യഥാർത്ഥത്തിൽ തന്നിരിക്കുക. 1200 RPM 1200/60 ചെയ്താൽ ഒരു സെക്കൻഡിലുള്ള റൊട്ടേഷൻസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ 20 Hz ആണ്. ഫ്രീക്വൻസിയും ആംഗുലർ സ്പീഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ സർക്കുലർ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആംഗുലർ വെലോസിറ്റി ഒമേഗ = 2π × f, വേറെ f ഈസ് ഫ്രീക്വൻസി. അപ്പോൾ f 20 ആണെങ്കിൽ ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി 40π radian/second എന്ന് കിട്ടും. അതുപോലെ ഫൈനൽ സ്പീഡും ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. ഫൈനൽ ഫ്രീക്വൻസി 3120 RPM ആണ്. അതിനെ ബൈ 60 ചെയ്യുമ്പോൾ ഹേർട്സിൽ അല്ലെങ്കിൽ പെർ സെക്കൻഡിലുള്ള റൊട്ടേഷൻസിൻ്റെ എണ്ണം കിട്ടും, ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഫൈനൽ ആംഗുലർ സ്പീഡ് ഒമേഗ = 2π × f2 = 2π × 52. ഈ ആൻസറും കിട്ടും. ഇനി നമുക്ക് ആംഗുലർ ആക്സിലറേഷൻ കാണാം. ആംഗുലർ ആക്സിലറേഷൻ = ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. 104π - 40π/16. ആൻസർ 4π radian/second² എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തിൻ്റെ ആൻസർ. ഇനി എത്ര റെവല്യൂഷൻസ് ഇതുണ്ടാക്കും ഈ സമയം കൊണ്ടെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര റെവല്യൂഷൻസ് ഉണ്ടാക്കും എന്ന് കാണുന്നതിന് മുമ്പ് ഇത്രയും സമയം കൊണ്ട് ഇതിനുണ്ടാകുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാവുന്നത്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഡിസ്പ്ലേസ്മെൻറ്റ് S = V0t + ½ ഇല്ലേ, ആ ഇക്വേഷനോട് സിമിലർ ആയിട്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ θ = V0യ്ക്ക് പകരം ω0 കൊടുക്കുക × t + ½ പകരം ആൽഫ കൊടുക്കുക t². ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ വാല്യൂസ് കൊടുക്കാം. ω0 40π × ടൈം 16 + ½ ആൽഫയുടെ വാല്യൂ 4π × ടിയുടെ സ്ക്വയർ 16 × 16. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 640π + ½ 4 വെട്ടി 2 വരും. 16 × 16 × 2 512π. അപ്പോൾ ആൻസർ 1152π radian എന്ന് കിട്ടും. ഇതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത്രയും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ എത്ര പ്രാവശ്യം ഇത് കറങ്ങണം? ഒരു ഫുൾ റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ, ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നോക്കിയാൽ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി എന്ന് പറയുന്നത് റേഡിയനിൽ പറയുമ്പോൾ 2π റേഡിയനാണ്. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആണെങ്കിൽ ഇത്രയും ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാക്കാൻ എത്ര റെവല്യൂഷൻസ് നടക്കണം? അത് കിട്ടാൻ നമുക്ക് ഈ ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒരു റൊട്ടേഷൻ്റെ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് റൊട്ടേഷൻസ് കിട്ടും. ദാറ്റ് ഈസ് 576. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് വരാം. അതുകൊണ്ട് ഇതൊക്കെ ഇതുപോലുള്ള ചെയ്ത് പഠിക്കുക. ഇക്വേഷൻസ് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. താങ്ക് യു.